പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് പ്രവാചകൻ നബിയാണ്, മുഹമ്മദ് നബിയാണെന്നാണ്. അതിനുശേഷമാണ് ശാസ്ത്രം കണ്ടെത്തുന്നത് ഭൂമി ഉരുണ്ടിട്ടാണ്, അതിനൊക്കെ മുമ്പേ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. അതാണ് കാലത്തിന് മുമ്പേ നടക്കുന്ന ആളായിരുന്നു പ്രവാചകൻ. ഇതൊക്കെ അത്ഭുതകരമായ കാര്യമാണ്, ശാസ്ത്രമൊന്നുമല്ല എന്നാണ് മുഹമ്മദ് നബിയെ പറ്റിയിട്ട് വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ ഉടനെ മൊല്ലാക്കിയെങ്ങാനാവും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാവ് ഒന്ന് മുഹമ്മദ് ഷിയാസ് ആണല്ലോ, എറണാകുളം ജില്ലാ പ്രസിഡൻറ്റ്, കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹം പറഞ്ഞു കൊടുത്താവാനായിരിക്കും വഴി. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന സതീശൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് മതേതര പരിവേഷമൊക്കെ നൽകിയത്. അവർ സമ്മതിക്കാനുള്ള ഞങ്ങൾ മതേതരന്മാരാണെന്ന്. അവർ പറഞ്ഞു ഞങ്ങളുടെ പൊളിറ്റിക്സിലൊരു ചേഞ്ചും ഇല്ല, ഞങ്ങൾ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. മതരാഷ്ട്രം തന്നെയാണ് വേണ്ടത്. സതീശൻ ഇനി എന്തുകൊണ്ടാണെന്തോ മൗലവി സതീശനായത് അല്ലെ ഹാജി സതീശനായത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് അപ്പം ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളെ എന്ത് പറഞ്ഞാൽ സതീശൻ സൂചിപ്പിക്കുക. കാരണം ഈ ഹീലിയോസെൻട്രിക് തിയറി ഉണ്ട്. ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സൂര്യൻ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും, മറ്റ് ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു പറയുന്നു. അപ്പോൾ ഈ ഹീലിയോസെൻട്രിക് തിയറി പ്രപ്പോസ് ചെയ്തത് കോപ്പർനിക്കസും പിന്നെ ഗലീലിയോ എല്ലാമാണ്. അന്ന് ഇവരെ രണ്ടുപേരെ മതവിരുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ക്രിസ്തു മതം. എന്നിട്ട് അത് മാത്രമല്ല, അവരെഴുതിയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല, പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്നൊക്കെ ചർച്ച് ഉത്തരവിട്ടു. എന്ന് പറഞ്ഞാൽ പോപ്പ് അവർ ക്രിസ്തുമത മേലധികാരികൾ ഉത്തരവിട്ടു. അവരെ ജനങ്ങൾ ആരെങ്കിലും ഇവരുടെ ഗലീലിയോയുടെയോ കോപ്പർനിക്കസിൻ്റെയോ രചനകൾ വായിക്കുന്നതായി കണ്ടാൽ അവരെ മതത്തിൽ നിന്നും പുറത്താക്കും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒറ്റപ്പെടുത്തും എന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങൾ മുഴുവൻ പേടിച്ചിരുന്നു. അവസാനം കോപ്പർനിക്കസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ തെമ്മാടിക്കുഴിയിലാണ് അടക്കിയത്. ഈ ക്രിസ്ത്യാനികൾക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ടല്ലോ, അവർക്ക് മതത്തിന് അസ്വീകാര്യം അല്ലാത്തവരെ മുഴുവൻ തെമ്മാടിക്കുഴിയിൽ ആക്കും. അതിനുശേഷം ബിഷപ്പുമാരെ എല്ലാത്തിനെയും കൊണ്ട് സ്വഭാവത്തിന്റെയും ജീവിതത്തിന്റെ രീതിയെ വെച്ചാണെങ്കിൽ ഇവിടുത്തെ ബിഷപ്പുമാരെ കൊണ്ട് തെമ്മാടിക്കുഴി അങ്ങ് നിറഞ്ഞേനെ. അല്ല, ഇവിടെ പിന്നെ സ്ഥലം ഉണ്ടാവില്ല, തെമ്മാടിക്കുഴിക്ക് സ്ഥലം വേണ്ടേ. ചില ഈ സെമിത്തേരികളൊക്കെ ഒരു പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ഇതിൽ വേണമല്ലോ പ്രവർത്തിക്കാനായിട്ട്. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അതിൽ നിന്ന് ദൂരം മാറി ഒക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാത്തത്. ഈ കോപ്പർനിക്കസിൻ്റെ പിന്നെ രണ്ടാമത് 1820 1830 വെച്ചാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനും എന്താ ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക തരത്തിലുള്ള ഒരു ശവസംസ്കാരം നൽകിയത്. ഈ പള്ളിയിലച്ചന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഭൂമി സ്റ്റാറ്റിക്കാണ്, സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യനാണ് വലം വയ്ക്കണേന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരുന്നു. അതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇന്ത്യക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ അല്ല, ഈ മറ്റേ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ 8000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ. അത് തെളിയിച്ചിരിക്കുന്നത് ശാസ്ത്ര ഗവേഷണങ്ങളിൽ കൂടി. ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്, സത്യം പറയാം, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഗ്രീസിലുള്ള ഒരു മെലോട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഈ ഓറിയൻ്റൽ സ്റ്റഡീസിനെ കുറിച്ചുള്ളൊരു വലിയ ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ്. ഞാൻ എൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേര് മറന്നുപോയി. അദ്ദേഹം അറിയപ്പെടുന്ന, ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടവന്നു. അപ്പോൾ അതിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ 8000 വർഷം പഴക്കമുള്ളപ്പോൾ എഴുതിയതാണ് നമ്മളുടെ ഉപനിഷത്തും വേദം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രിൻ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിയിലും ചൈനയിലും ഒക്കെ വരുന്നത്. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താണ്. അദ്ദേഹം 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ചരക പൈതൃകം എന്ന് പറയുന്ന ചരക സംഹിത
സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ഈ ചരക സംഹിത മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഗൗരവം അർഹിക്കുന്നുണ്ട്. അതുപോലെ പ്രശസ്തനായ ഡോക്ടർ BM ഹെഗ്ഡെ മറ്റൊരു ഹൃദ്രോഗ വിദഗ്ധനാണ്. 4-5 MRCP ഉണ്ട് അദ്ദേഹത്തിന്, ബൈ തീസിസ് പഠിച്ച് കിട്ടിയ 5 MRCP. അദ്ദേഹം പറയുന്നത് ഈ നമ്മളുടെ ആധുനിക വൈദ്യരംഗം ഇറ്റ് ഹാസ് ടു അണ്ടർഗോ എ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദവും ഹോമിയോപ്പതിയും ദെൻ അലോപ്പതിയും യുനാനിയും സിദ്ധ ഇതൊക്കെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ആയുഷ് മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ്. അതെ, അത് അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്. ഈ ഡോക്ടർ ഹെഗ്ഡെ നടത്തിയപ്പോൾ ഈ ബൈപ്പാസ് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഇതിനൊക്കെ അദ്ദേഹം എതിരാണ്. അദ്ദേഹം പറയുന്നത് ശുദ്ധ ബോഷ്കാണ്. ഇത് ആശുപത്രിക്കാർക്കും ഇൻഷുറൻസ് കമ്പനിക്കാർക്കും പൈസ ഉണ്ടാക്കാനായിട്ട് അമേരിക്കയിലും ബ്രിട്ടനും തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇതെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഈ മറ്റേ ഹൃദയത്തിലേക്കുള്ള വെയിൻസ് ബ്ലോക്ക് ആവണു, അതല്ലെങ്കിൽ അതിനെ തുടർന്ന് ഓപ്പറേഷൻ വേണം, 4-5 ലക്ഷം രൂപ വേണ്ടി വരും ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട്, സർജറി ചെയ്യാനായിട്ട്. അത് തട്ടിപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ തട്ടിപ്പ് അദ്ദേഹം പറഞ്ഞു. ഈ പ്രഷറും ഡയബറ്റീസും ഉള്ള ആൾക്കാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് സ്റ്റാറ്റിക് എന്ന് വന്നിട്ട് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ കിഡ്നി ഫെയിലിയർ ആവും. ഈ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ കിഡ്നി ഫെയിലിയറിനുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ അതുവേണ്ടി ഹൃദ്രോഗത്തിലേക്ക് വരും. അപ്പോൾ ഇതിങ്ങനെ ഒരു പനി പിടിച്ച് ആശുപത്രി ചെന്നാൽ ടൈഫോയിഡ് പിടിച്ച് തിരിച്ചു വരും. അപ്പോൾ ആ രീതിയിലാണ് മോഡേൺ മെഡിസിൻ, വെസ്റ്റേൺ മെഡിസിൻ രോഗികളെ ചികിത്സിക്കുന്നത്. ഇറ്റ് ഹാസ് ബിക്കം എ മേജർ ഇൻഡസ്ട്രി. ഞാനിത് അതിനിടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സതീശന് എല്ലാവരും പല രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാറുണ്ട് അതീവ ബുദ്ധിശക്തിയുള്ള അതീവ കഴിവുള്ള ആളാണെന്ന്. എനിക്ക് അങ്ങനെ ആളുടെ പ്രസംഗം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഒരൊറ്റ ജ്വരത്തിലാണ് അദ്ദേഹം. അതിനുവേണ്ടി അദ്ദേഹം മറ്റേ മലപ്പുറത്തുള്ള കോയമാരുടെയും തങ്ങളന്മാരുടെയൊക്കെ കയ്യടി കിട്ടാൻ വേണ്ടി അത് ഇതിലപ്പുറവും പറയും. നമ്മൾ അതിന് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇന്ത്യൻ സിസ്റ്റം ഓഫ് നോളജ് അത് ലോകത്തെല്ലായിടത്തും വളരെയധികം എന്താ പറയണ പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വളരെയധികം എന്താ പറയണ ഗവേഷണങ്ങൾ നടന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. പ്രിയനറിയാമോ, അമേരിക്കയിൽ 1-2 യൂണിവേഴ്സിറ്റിയിൽ അസ്ട്രോളജിനെ കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റികളിൽ ജ്യോതിഷത്തെക്കുറിച്ച് ഗവേഷണം നടക്കുകയും PhD എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഈ ജ്യോതിഷം ഒരു വലിയ സയൻസ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവർക്കിപ്പോൾ അത് വെസ്റ്റേൺ വേൾഡിൻ്റെ പാശ്ചാത്യ ലോകത്തിൻ്റെ അംഗീകാരം ഇല്ലെങ്കിൽ കൂടിയും ജ്യോതിഷം എന്നും അറിയപ്പെടുന്ന ഒരു മേഖലയായിട്ട്, വിജ്ഞാന മേഖലയായിട്ട് നിലനിൽക്കും. ജ്യോതിഷം വേദത്തിന് ഞാൻ ഇന്ന് വായിച്ചതാണ്, ഒരു പുസ്തകത്തിന് ഇന്ന് വായിച്ചതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന വേദത്തിന്റെ കണ്ണാണ് എന്നാണ് പറയുന്നത്, ചക്ഷുസാണ്. അതിനെ പറ്റിയൊരു ശ്ലോകം തന്നെയുണ്ട്. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിന്റെ കണ്ണാണ്. അപ്പോൾ വേദത്തിനെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം എന്നാണ്. അതെ, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഞാനിത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു കാര്യത്തിന് ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒരു ഉദാഹരണം, ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ പലപ്പോഴും ജ്യോതിഷികൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ യഥാർത്ഥ ജ്യോതിഷികൾ നമ്മൾ ജനിച്ച സമയം, ജനിച്ച തീയതി, ജനിച്ച സ്ഥലം ഇതൊക്കെ അന്വേഷിക്കാറുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നക്ഷത്രം അശ്വതി, ഈ അശ്വതി നാളിൽ ഇപ്പോൾ പല മാസം, ഇപ്പം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെ എല്ലാ മാസങ്ങളുണ്ട്. ഒരു പർട്ടിക്കുലർ ഡേയിൽ അശ്വതി നക്ഷത്രത്തിൽ ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡ് ആ എക്സാക്റ്റ് സമയത്ത് ജനിച്ച വ്യക്തി, ആ വ്യക്തിക്ക് അയാളുടെ സ്വഭാവത്തിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. അതേ നക്ഷത്രത്തിൽ അതേ സമയത്ത് ജനിച്ച എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു പാറ്റേൺ, അതൊരു കോമൺ പാറ്റേൺ ആയിരിക്കും. പൊതുവായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ഒരു പൊതുവായിട്ടുള്ള ഒരു ഫോഴ്സാണ് അവരെ നിയന്ത്രിക്കുന്നതും അവരെ നയിക്കുന്നതും എന്നാണ് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ജ്യോതിഷിയുടെ സമയം നോക്കി യാത്ര ചെയ്യണം, ഒരു വിമാനത്തിൽ യാത്ര ചെയ്യണം. ആ വിമാനം തകർന്ന് നമ്മുടെ ആയുസ്, നമുക്ക് ദീർഘായുസ്സുണ്ട്, പക്ഷേ വിമാനം തകർന്ന് മരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ആയുസ് ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്കും കൂടി ആയുസ് വേണ്ടേ. അപ്പോൾ ഈ ഡോക്ടർ കൃഷ്ണകുമാർ ഉണ്ട്, കോയമ്പത്തൂർ ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കലിൻ്റെ ചെയർമാനായിരുന്നു. സ്നോമോർ, മരിച്ചുപോയി പാവം. അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം, ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു രോഗി ചെന്നാൽ അദ്ദേഹം ആദ്യം ചോദിക്കുക ജന്മനക്ഷത്രം, ജനിച്ച മാസം, തീയതി, സ്ഥലം, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു എന്താ പറയുക, ഒരു പിന്തിരിപ്പൻ അല്ലെങ്കിൽ ഒരു പിന്നോക്കം പോകുന്ന ഒരു മേഖലയല്ല. അപ്പം അതിനടുത്ത് തനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ലെങ്കിലും മിണ്ടാതിരിക്കുക. മനസ്സിലായില്ലേ? എൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഞാൻ 50 വർഷമായിട്ട് ഇത് ചികിത്സ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ അമ്മാവൻ്റെ കാൽപാദത്തിൽ കൊണ്ടാണ്, ഗുരുകുല സിസ്റ്റം വഴിയാണ് ആയുർവേദം പഠിച്ചത്. എന്നെ പഠിപ്പിച്ചത് അതാണ്. ഇന്നേ വരെ എൻ്റെ സിസ്റ്റം, എന്താ പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം തെറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് നോളജ്. ഇപ്പോൾ ഈ മുഹമ്മദ് എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ഈ നമ്മുടെ ഹാജിയാർ പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, ഇത്. അപ്പോൾ ഇത് ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ സതീശൻ ഭഗവാൻ കൃഷ്ണനെയും അയ്യപ്പനെയും സ്തുതിക്കുകയും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ഫോട്ടോ കത്തിക്കുന്ന നിലവിളക്ക് കൊടുത്തുന്ന ആള് തന്നെയല്ലേ ഈ സതീശൻ. അപ്പൊ കാണുന്നവരെ അതിനനുസരിച്ച് സൂചിപ്പിക്കുമല്ലോ. അതാണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ എന്താ, മെയ് 4 കഴിയുമ്പോൾ അറിയാം സതീഷിൻ്റെ മഹത്വം എന്തോരം ഉണ്ടെന്ന്. അദ്ദേഹം 115 എന്നുള്ള നമ്പറിലും ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് പാവം. അപ്പോൾ അത് ഒന്ന് ഉറപ്പിക്കണം. അത് മാത്രമല്ല, ആ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിലും കോയന്മാരുടെ സഹായം വേണമല്ലോ. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം മുഹമ്മദ് അങ്ങനെ പറഞ്ഞു, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും. ഇതൊക്കെ ഇവർ തന്നെ പറയും സയൻറ്റിഫിക് ടെമ്പർ വേണമെന്ന് പറയും. ഇവരുടെ വല്യപ്പൂപ്പനുണ്ടല്ലോ ജവഹർലാൽ നെഹ്റു, അയാൾ പറഞ്ഞത് എന്താ, വി ഷുഡ് ഹാവ് സയൻറ്റിഫിക് ടെമ്പർ, എന്തിനേയും കൈകാര്യം ചെയ്യുമ്പോൾ ശാസ്ത്രം. അതെ. അപ്പോൾ ഈ അയാളുടെ സയൻറ്റിഫിക്ക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ളത് മാത്രമാണ് അയാൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ആവുള്ളൂ. മറ്റേതൊന്നും അയാൾ തൊടൂല പേടിച്ചിട്ട്. കാരണം മുസ്ലിങ്ങളെ പേടിക്കണം അയാൾക്ക്. മുസ്ലിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, അയാളൊരു മുസ്ലിമാണ്. നെഹ്റു എൻ്റെ ക്രിസ്ത്യൻസിനെ പേടിക്കണം. അപ്പോൾ അത് അവരെ പറ്റിയിട്ടൊന്നും പറയില്ല. ഹൈന്ദവനെ പേടിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.